Hello friends, welcome to my channel. എൻ്റെ പേര് വിവേക് മയ്യ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്റർലോക്ക് ബ്രിക്ക് വെച്ച് ചെയ്തിട്ടുള്ള വീടുകളിൽ എങ്ങനെയാണ് പ്ലംബിങ്ങും വയറിങ്ങും വർക്ക് ചെയ്യാന്നുള്ളത്. അതായത് ഇപ്പോൾ നമുക്ക് ഓൺഗോയിങ് വർക്ക്സ് ഒന്നും അവൈലബിൾ അല്ല, എന്നാലും ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുള്ള വർക്കുകളുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ ചെയ്തിട്ടുള്ള പ്ലംബിങ്ങും അതുപോലെ തന്നെ വയറിങ്ങും എന്ന് പറഞ്ഞാൽ ഇതൊരു മേജർ കാര്യമാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഈ സ്ട്രക്ചറൽ വർക്ക് മാത്രമല്ലോ, ഇതിൻ്റെ ഫിനിഷിംഗ് വർക്ക് അതുപോലെ തന്നെ വയറിങ് പ്ലംബിങ് അതിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് സാധാരണ വീടുകളിൽ ചെയ്യുന്നതിലും കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഇതിൽ ചെയ്യുന്നത്. അപ്പോൾ അതിൽ വന്ന കുറേ ആൾക്കാർ എന്നോട് ഇങ്ങനെ ചോദിച്ച ഡൗട്ട്സിൽ ഞാനിന്ന് ക്ലിയർ ചെയ്യാം. അപ്പോൾ അതിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇവിടെ മെയിൻ സ്വിച്ച് ഇത് പോസ്റ്റിൽ നിന്ന് ഡയറക്റ്റ് കറണ്ട് ഇങ്ങനെ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ താഴത്തെ ഫ്ലോറിൻ്റെ ഇതിൽ ഫസ്റ്റ് ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ ഇതിലാണ് നമ്മളെ മെയിൻ സ്വിച്ചൊക്കെ. അപ്പോൾ അവിടെ നിന്ന് തന്നെ മുകളിലേക്ക് ഒരു കണക്ഷൻ എടുത്തു. അതായത് ഇതിലെ കൂടി ഒരു കണക്ഷൻ എടുത്തു. പിന്നെ ഇവിടെ ഒരു MCB ബോർഡ് വെക്കുകയായിരുന്നു ചെയ്തത്, അത് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് MCB ബോർഡ് വെച്ചിട്ടുള്ളത് അകത്ത്. ഇതിപ്പോൾ വീടിൻ്റെ ഹാളിൻ്റെ സൈഡിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിങ്ങനെ ചുമരിൽ തന്നെ, അതായത് ഇവിടെ ബ്രിക്സ് ഇങ്ങനെ ഒരു 2 ബ്രിക്സ് ഒഴിവാക്കിയിട്ട് അവിടെ ഈ MCB ബോർഡ് വെക്കുകയാണ് ചെയ്തത്. MCB ബോർഡിൻ്റെ മുകളിലാണ് നമ്മൾ ഈ ബ്രിക്ക് ഇങ്ങനെ ഇത് വെച്ചിട്ടുള്ളത്, ഈ പീസ്. അപ്പോൾ ഇവിടെയാണ് ഇതിൻ്റെ കണക്ഷനെല്ലാം. ഇവിടെ ഒരു ഇതും ഡ്രിപ്പും വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നിന്നാണ് ബാക്കി എല്ലായിടത്തേക്കും കണക്ഷൻ കൊടുത്തിട്ടുള്ളത്. അതായത് ഇവിടെ ഈ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള, അതായത് ഇങ്ങനെ ഈ നീളനായിട്ടുള്ളതിലൊക്കെ നമ്മൾ ഈ സീലിങ്ങിൻ്റെ അകത്തേക്ക് കൂടിയാണ് കൊടുത്തിട്ടുള്ളത്. അതായത് ഇവിടെ ഇങ്ങനെ ഫോൾ സീലിംഗ് ആക്കുന്നത് കൊണ്ട് ഞാൻ ഹൊറിസോണ്ടലായിട്ടുള്ളതെല്ലാം ഇതിൽ കൊടുക്കുകയും പിന്നെ വേർട്ടിക്കൽ, അതായത് താഴോട്ട് ഇറക്കേണ്ടത് മാത്രമാണ് നമ്മൾ ഈ വാള് കൊടുത്തിട്ടുള്ളത്. അതായത് ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സ്വിച്ച് ബോർഡ് ഉണ്ട്. അപ്പോൾ ഇതിനെന്തായാലും ഇങ്ങനെ വേർട്ടിക്കൽ ചുമരിലേക്ക് കൂടിയാണ് എടുത്തിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് സാധാരണ ഈ ചെങ്കല്ല് വെച്ച് ചെയ്താലും സാധാരണ ബിൽഡിങ്ങുകൾ ചെയ്യുന്ന പോലെ കട്ട് ചെയ്തിട്ട്, അതായത് മെഷീൻ വെച്ച് കട്ട് ചെയ്തു. ഏകദേശം ഒരു 1 ഇഞ്ച് ആഴത്തിൽ കട്ട് ചെയ്തിട്ട് അതിനകത്ത് പൈപ്പ് ഇടുക ചെയ്തത്, അതായത് റൗണ്ട് പൈപ്പ് ഇട്ടിട്ട് വീണ്ടും നമ്മൾ ഇതുപോലെ തേച്ച് ഫിനിഷിങ് ചെയ്യുന്നത്. തേച്ചെന്ന് വെച്ചാൽ ഈ മണ്ണിൻ്റെ പൊടിയും അതുപോലെ തന്നെ സിമെൻറ്റും പിന്നെ റെഡ് ഓക്സൈഡ്, കാവി എന്ന് പറഞ്ഞ സാധനം, ഇതെല്ലാം 3 മിക്സ് ചെയ്തിട്ട് ഫില്ല് ചെയ്തതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പുട്ടി ഇട്ടിട്ട് ഫില്ല് ചെയ്യാം. ഇത് ചെയ്തിട്ട് ഇപ്പോൾ ഇത് ഫിനിഷിങ് കുറച്ച് കുറവാണ്, ഞാൻ അതത്രയൊന്നും കാര്യമായിട്ട് എടുത്തില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ പറ്റി. അപ്പോൾ ഇത് ഇങ്ങനെ മുകളിൽ നിന്ന് താഴോട്ടുള്ളത് മാത്രമേ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റൂ വേർട്ടിക്കൽ. അപ്പോൾ നിങ്ങളിപ്പോൾ സാധാരണ രീതി സ്ലാബാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഹൊറിസോണ്ടലും കട്ട് ചെയ്ത് ചെയ്യാം. ഞാനിപ്പോൾ കുറേ വീടുകൾ ചെയ്യുമ്പോൾ ഹൊറിസോണ്ടൽ കട്ട് ചെയ്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ മെഷീൻ വെച്ച് ഇത് കട്ട് ചെയ്യുന്നതുകൊണ്ട് ഒരു പ്രശ്നം വരുന്നില്ല. ഇത് നമ്മളെ സോളിഡ് വാളാണ്, സാധാരണ ചെങ്കല്ല് വെച്ച് കെട്ടുന്ന അതേ സ്ട്രെങ്ത് തന്നെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അത് ഹൊറിസോണ്ടൽ കട്ട് ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പം വരുന്നില്ല. പിന്നെ ഇവിടെ ഇത് ജനൽ ഞാൻ പറഞ്ഞിരുന്നു, ഇത് നമ്മളെ ജനൽ പ്രീകാസ്റ്റാണ്. അതായത് ഈ ഓരോ പീസും ഇവിടെ ഒന്ന് ജോയിൻ ചെയ്തതാണ്. ഇവിടെ ഇങ്ങനെ ജോയിൻ ചെയ്യുന്ന സ്ഥലത്തൊക്കെ നമ്മൾ പുട്ടിയിട്ട് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അതായത് ഇവിടെ നമ്മൾ തേക്കുന്നതാണെങ്കിൽ മാത്രമേ അത്ര ഫിനിഷിങ് വരും. അപ്പോൾ ഇത് തേപ്പില്ലാത്തത് കൊണ്ട് ഇവിടെ ഇങ്ങനെ പുട്ടി വെച്ചിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ സൈഡിൽ. അതായത് ഈ കട്ട്ലയും വാളും ജോയിൻ ചെയ്യുന്ന സ്ഥലത്താണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇത് കാണിക്കാം. വീഡിയോ ഇങ്ങനെ തന്നെ എവിടെയൊക്കെ സ്വിച്ച് ബോർഡ് ഉണ്ടോ അവിടെ മാത്രമാണ് എനിക്കിത് ചുമര് കട്ട് ചെയ്യേണ്ടി വന്നിട്ടുള്ളത്. അതായത് ഈ ഫോൾ സീലിംഗ് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ പറ്റിയത്. അതായത് ഹൊറിസോണ്ടൽ പൈപ്പുകളൊക്കെ ഇതിൻ്റെ മുകളിലേക്ക് കൂടി ഇടുകയാണ് ചെയ്തത്, ഈ ഫോൾ സീലിങ്ങിൻ്റെ മുകളിലേക്ക് കൂടി. അതുപോലെ തന്നെ സീലിംഗ് ലൈറ്റൊക്കെ ഇവിടെ പിടിപ്പിച്ചു. ഇവിടെ ഫാനിന് വേണ്ടിയുള്ള കണക്ഷനും അതുപോലെ തന്നെ സീലിങ്ങിൻ്റെ മുകളിലേക്ക് കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഇവിടെ ഇങ്ങനെ ഇറക്കി കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ഇത് സാധാരണ നമ്മൾ വീട്ടിൽ കൊടുക്കുന്ന പോലെ തന്നെ ഇത് സ്ലാബാണ്. ഈ സ്റ്റെപ്പ് റൂമിൻ്റെ റൂഫ് മാത്രമാണ് സ്ലാബ് വെച്ച് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇവിടെ ഇങ്ങനെ ലൈറ്റും കൊടുത്തു. ഇതിപ്പോൾ സീലിംഗ് ലൈറ്റ് കൊടുക്കാൻ താല്പര്യമില്ലാത്തവർ ഇതുപോലെയും സാധാരണ രീതിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇതിലൊന്നും ഒരു കുഴപ്പം വരുന്നില്ല. ഇതിപ്പോൾ സാധാരണ വീട്ടിൽ നമ്മൾ കൊടുക്കുന്ന പ്ലഗ് തന്നെയാണ്. അതുപോലെ തന്നെ ഇങ്ങനെ സീലിങ്ങിലും കൊടുക്കാൻ പറ്റും. ഇതാണ് ബെഡ്റൂമിൻ്റെ വയറിങ്ങിനെ പറ്റി ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഇങ്ങനെ ഒരു 2-വേ ലൈറ്റാണ് കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെ കുറച്ചുകൂടി ഫിനിഷിങ് നമുക്ക് ചെയ്യാവുന്നതാണ്. അത് ഞാനതത്ര കാര്യമായിട്ട് എടുത്തില്ല. അതായത് ഒന്നാമത് എൻ്റേത് ആദ്യത്തെ പ്രൊജക്റ്റുമാണ്, പിന്നെ ഞാൻ തന്നെയാണല്ലോ യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് ഞാനത് കാര്യമായിട്ട് എടുത്തില്ല. ഇത് സ്വിച്ച് ബോർഡൊക്കെ സാധാരണ രീതിയിലുള്ള സ്വിച്ച് ബോർഡ് തന്നെയാണ്. ഇതിനകത്ത് മാത്രം നമ്മൾ ഇത് കട്ട് ചെയ്തിട്ട് ഇനി ആ ഒരു ബോക്സ് വെക്കുമല്ലോ, അത് സ്റ്റീലിൻ്റെ ബോക്സാണ് അത് വെച്ചിട്ടുള്ളത്. മരത്തിൻ്റെയും വെക്കാവുന്നതാണ്. ഇവിടെ അതുപോലെ തന്നെ
കുറച്ച് എനിക്ക് തോന്നിയിട്ടുള്ളത് ഫിനിഷിങ്ങിൻ്റെ കാര്യത്തിൽ കുറച്ചും കൂടി നന്നാക്കാമായിരുന്നു. അതായത് ഇവിടെ എന്താ പറ്റി വെച്ചാൽ നമ്മൾ അധികം ഇതിന് ഇമ്പോർട്ടൻസ് കൊടുക്കാത്തതുകൊണ്ടാണ് കേട്ടോ. ഇതിപ്പോൾ ഫിനിഷിങ് ചെയ്തത് വാൾ ചെയ്തവരല്ല ചെയ്തത്. ഇതിങ്ങനെ വാൾ ചെയ്തവരാണ് ചെയ്തത്. വാളിൻ്റെ കാര്യങ്ങൾ കൺസ്ട്രക്ഷൻ ചെയ്തവരാണ് ഇതിൻ്റെ ഫിനിഷിങ് ചെയ്തത്. പക്ഷേ ഇത് നമ്മൾ പെയിൻറ്റിങ് ആരോട് ചെയ്യിക്കുവാണെങ്കിൽ കുറച്ചുകൂടി ഭംഗിയാവും. അതായത് ഈ പെയിൻറ്റിങ് ചെയ്യുന്നവരാണെങ്കിൽ പുട്ടിയൊക്കെ വെച്ച് നല്ലവണ്ണം ഫിനിഷ് ചെയ്ത് തരും ഇതിങ്ങനെ. പക്ഷെ നമ്മൾ അതൊന്നും ചെയ്തില്ല. ഇത് എനിക്കൊന്ന് വയറിങ് ചെയ്തവർ ആൾക്കാർ തന്നെയാണ് ഇത് ചെയ്തത്. ഇവിടെ കണ്ടോ, ഇത് കുറച്ചുകൂടി ഫിനിഷിങ് കുറവായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇത് എന്തുകൊണ്ട് ഇങ്ങനെ പറ്റി വെച്ചാൽ ഞാൻ ഈ വയറിങ് ചെയ്തവരോട് തന്നെ ഫിനിഷിങ് ചെയ്യാനാണ് പറഞ്ഞത്. അതായത് ഇതിൻ്റെ സൈഡൊക്കെ അവർ തന്നെ ചെയ്തതാണ്. ഇത് അതുകൊണ്ടാണ് ഇങ്ങനെ പറ്റിയത്. പക്ഷേ ഇതിപ്പോൾ പെയിൻറ്റിങ് ആര് ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടി ഭംഗിയായി കാണും. പിന്നെ ഒരു കാര്യം, ഇത് പെയിൻറ്റിങ് അടിക്കുന്നതിന് മുമ്പ് നമുക്കിത് ഇത്രയൊന്നും വൃത്തികേടായിട്ട് തോന്നൂല. ഈ പെയിൻറ്റൊക്കെ വന്ന സമയത്താണ് ഇത് കുറച്ചുകൂടി വൃത്തികേടായിട്ട് തോന്നൽ. അപ്പോൾ അന്നേരം അത് പെയിൻറ്റിങ്ങാറ് ചെയ്യാൻ പറ്റിയില്ല. എന്താ വെച്ചാൽ ഈ വയറിങ് ചെയ്തവർ തന്നെ ഇതെല്ലാം ഫിനിഷിങ് ചെയ്ത് സിമെൻ്റൊക്കെ ഇട്ട് കഴിഞ്ഞു. അതുകൊണ്ട് ഞാൻ അത് കാര്യമായിട്ട് എടുത്തില്ല. എനിക്ക് ഇങ്ങനെ മതി എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. അതിപ്പോൾ നിങ്ങൾക്ക് താല്പര്യം നല്ല ഫിനിഷിങ് ആവശ്യമുള്ളവർ പെയിൻറ്റിങ് ആറ് കൊണ്ട് ചെയ്യിക്കുക. അതായത് ഈ പുട്ടിയും പെയിൻറ്റും അടിക്കുന്നവരോട് തന്നെ ഇത് കുറച്ചുകൂടി ഭംഗിയായി ചെയ്ത് കൊടുക്കാൻ പറയാം. ഈ ബെഡ്റൂമിലും സീലിങ്ങിൽ തന്നെയാണ് നമ്മൾ ലൈറ്റൊക്കെ പിടിപ്പിച്ചിട്ടുള്ളത്. ഇതുപോലെ തന്നെ ഫാൻ ഇതുപോലെ കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതിപ്പോൾ ആ ചെറിയ ഫിനിഷിങ്ങിൻ്റെ ഒരു പ്രശ്നങ്ങളൊന്നും നമുക്ക് ദൂരത്തുനിന്ന് കാണുമ്പോൾ ഒന്നും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഈ മുറിയിൽ ഒരു പ്രശ്നങ്ങളും അങ്ങനെ ചുമരിന് വൃത്തികേടായിട്ടൊന്നും നമുക്ക് തോന്നുന്നില്ല. അതായത് ഈ പെയിൻറ്റ് ഈ കളറായതുകൊണ്ട് നമുക്ക് ഇതൊന്നും വലിയ കാര്യമായിട്ട് തോന്നുന്നില്ല. അതായത് നല്ലവണ്ണം ഫിനിഷിങ് വേണമെന്നവർ ഇട്ട് കൊടുക്കാവുന്നതാണ്. പിന്നെ ഇവിടെ ഇങ്ങനെ ചുമലിൽ തന്നെ ഒരു ലൈറ്റ് കൂടി കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ രാത്രി നമ്മളിങ്ങനെ ഓണാക്കാൻ വേണ്ടിയിട്ട് കൊടുത്തത് 2-way സ്വിച്ച് വെച്ചിട്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ടി വിക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്തൊരു ഇത് കാണിക്കാം. ഇങ്ങനെ ഡുവൽ പ്ലഗ് കൊടുത്തിട്ട് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മളിവിടെ ടി വി ഒന്നും വെച്ചിട്ടില്ല, അതുകൊണ്ട് ഉപയോഗിച്ചിട്ടുമില്ല. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു എക്സ്ട്രാ പൈപ്പും കണക്ഷനും കൊടുത്തിട്ടുള്ളത്. ഇനി ഏതെങ്കിലും കാലത്ത് നമുക്ക് സ്പീക്കറോ അങ്ങനത്തെ ഹോം തിയേറ്ററിൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ ഇത് കണക്ഷൻ കൊടുത്തിട്ടില്ല, ഹോം തിയേറ്ററോ മറ്റോ വെക്കുകയാണെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ളൊരു പ്രൊവിഷനായിട്ട് ഇങ്ങനെ വയറിട്ട് വെച്ചാൽ നമുക്കിത് വയർ വലിക്കാവുന്നതാണ്. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇത് ഇവിടെയാണ് ഇങ്ങനെ പൈപ്പിൻ്റെ ഓപ്പണിങ്. അപ്പോൾ ഇത് ചുമര് കട്ട് ചെയ്തിട്ട് നമ്മൾ പൈപ്പ് അകത്ത് ഇട്ട് കൊടുത്തതാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്ത വയറിങ്ങിനെ പറ്റിയാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ എൻ്റെ ഇവിടെ ചെയ്തതിനെ പറ്റി ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇനി പുതിയ സജഷൻസ് ഞാൻ തരാം. എങ്ങനെയാണ് ഇനി നിങ്ങൾ ചെയ്യുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത്. പിന്നെ പ്ലംബിങ്ങിൻ്റെ കാര്യം പറയാനുണ്ട്. അത് ഇതായിട്ട് ഞാൻ പറയാം, ഇതിനെ കൂടെ തന്നെ പറയാം. ഇപ്പോൾ നമ്മൾക്ക് ഇനി പുതിയ വീടുകളിൽ ഇനി ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾ മാറ്റം വരുത്തേണ്ടത്. അതായത് ഇപ്പോൾ ഞാൻ പുതിയ വീടുകളിൽ ചെയ്യുന്ന മാറ്റങ്ങളെ പറ്റിയിട്ട്, അതായത് പുതിയ ഐഡിയാസിനെ പറ്റി ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഇവിടെ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ഒന്നാമത്തെ കാര്യം ഞാൻ മുൻപ് സൂചിപ്പിച്ചിരുന്നു, ഇവിടെ ഇങ്ങനെ ലിൻഡലുണ്ട്. അതായത് ഈ ഡോറിന് മുകളിലത്തെ ഒരു ലിൻഡൽ, അതിലേക്ക് കൂടിയാണ് ഈ പൈപ്പ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇതിന് ലിൻഡൽ ഇങ്ങനെ വാർത്ത് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. ഇവിടെ ലിൻഡലുള്ള പോലെ കാണില്ല, അതും ബ്രിക്കിൻ്റെ ഒരേ ഇതാണ് ഉള്ളത്. പക്ഷേ ഇവിടെ ലിൻഡലുണ്ട്. അതായത് ഞാൻ എന്താ ചെയ്തെന്ന് വെച്ചാൽ ഒരു 1/2 ഇഞ്ച് ഉള്ളോട്ട് ലിൻഡൽ വാർത്തു. അതായത് മൊത്തം 6 ഇഞ്ച് ബ്രിക്സ് വാളിൽ മുകളിൽ 2 സൈഡും, അതായത് ഇവിടെ 1/2 ഇഞ്ച് അപ്പുറത്ത് 1/2 ഇഞ്ച് അകത്തോട്ട് വെച്ചിട്ടാണ് ലിൻഡൽ വാർത്തിട്ടുള്ളത്. അത് ഞാൻ പഴയ ഫോട്ടോ ആയിട്ട് കാണിച്ചു തരാം. അപ്പോൾ അതിൽ ഇങ്ങനെ വാർത്തിട്ടാകുമ്പോൾ എന്താ പറ്റുക വെച്ചാൽ പൈപ്പിൻ്റെ മുകളിൽ നമ്മൾ ആദ്യം തേപ്പ് ചെയ്ത് പിടിക്കുക. അതായത് സിമെൻറ്റും പൂഴിയും കൂടി തേപ്പ് ചെയ്ത് പ്ലാസ്റ്ററിങ് ചെയ്ത് ഇതുപോലെ ഇതേ ഹൈറ്റിൽ വരുത്തിയിട്ട് വീണ്ടും ബ്രിക്സിൻ്റെ ഡിസൈൻ ഉണ്ടാക്കുക. നിങ്ങൾക്കിത് കാണാം, ബ്രിക്സിൻ്റെ അതേ ഡിസൈനാണ്, മുകളിൽ ബ്രിക്സാണ്. ഇവിടെ ഈ കളർ വ്യത്യാസം വരുന്നില്ല. ആദ്യത്തെ ലെയർ വൈറ്റ് വരുന്നത് അത് ലിൻഡലാണ്. നിങ്ങൾക്ക് കൃത്യമായിട്ട് നോക്കിയാൽ മനസ്സിലാവും. അത് ചെറിയൊരു ഫിനിഷിങ്ങിൻ്റെ വ്യത്യാസം അതിലുണ്ട്. അത് ഈ ജനലിൻ്റെ മുകളിലും ത്രൂ ഔട്ട്, അതായത് മൊത്തം വാളിൻ്റെ മുകളിലും ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അതായത് ഒട്ടാകെ 5 ഇഞ്ച് തിക്നെസ്സിലാണ് നമ്മൾ ലിൻഡൽ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇവിടെയും കാണാം, ഇതുണ്ടോ ബ്രിക്സ്. ഈ ആദ്യത്തെ ലെയർ ഈ കാണുന്നത് ലിൻഡലാണ്. നിങ്ങൾക്കൊരു ഫിനിഷിങ്ങിൻ്റെ വ്യത്യാസം ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ
ഈ ലിൻഡലിൽ ആണിപ്പോൾ ഞാൻ പുതുതായിട്ട് ചെയ്യുന്ന വീടുകളിൽ അവിടെ തന്നെ അറേഞ്ച് കൊടുക്കുന്നുണ്ടല്ലോ, അവിടെ തന്നെ പൈപ്പ് ആദ്യമായിട്ട് കൊടുക്കലാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്നിരിക്കുന്നു. ഈ ലിൻഡലിൻ്റെ അകത്ത് തന്നെ, അതായത് ഈ നമ്മളിങ്ങനെ അറേഞ്ച് വിട്ടിട്ട് ലിൻഡൽ ആദ്യം കാസ്റ്റ് ചെയ്യുക, ആ കാസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ തന്നെ പൈപ്പുകൾ ഇടാൻ ശ്രദ്ധിക്കുക. അതായത് ഈ ഹൊറിസോണ്ടലായിട്ടുള്ള എല്ലാ പെട്ടികളും, നീളനെയുള്ള എല്ലാ പൈപ്പുകളും ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്നത് ആകെ വെർട്ടിക്കൽ കട്ടിങ്സ് ആണ്. അത് ഈ സ്വിച്ച് ബോർഡിന് വേണ്ടിയിട്ട് താത്തി കൊടുക്കുന്ന ഈ കാര്യമേ വരുന്നുള്ളൂ. അത് നിങ്ങൾക്ക് കാണാൻ ഒട്ടാകെ ഒരു 4 ബ്രിക്സ് മാത്രമേ കട്ട് ചെയ്യേണ്ടൂ. അതാണ് ലിൻഡലിൽ കൂടി നമ്മൾ ഈ പൈപ്പ് അവിടെ ഇട്ട് കഴിഞ്ഞാൽ നെക്സ്റ്റ് ആകെ 4 ബ്രിക്സ് കട്ട് ചെയ്താൽ നീളനെ നമുക്ക് ഈ സ്വിച്ച് ബോർഡിലേക്ക് കണക്ഷൻ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഐഡിയ ആണ് ഞാൻ ഇപ്പോഴത്തെ പുതിയ വീടുകളിൽ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് വയറിങ്ങിൻ്റെ കാര്യങ്ങൾ. ഇനി ഞാൻ പ്ലംബിങ്ങിൻ്റെ കാര്യങ്ങൾ കാണിച്ചു തരാം. പ്ലംബിങ്ങും കാര്യങ്ങളും പറഞ്ഞുതരാം. ഇപ്പോൾ ഇവിടെ ഞാൻ ടൈൽസാണ് ഇട്ടിട്ടുള്ളത്. അതായത് ചുമര് തേച്ചിട്ട് അതിൻ്റെ മുകളിൽ ടൈൽസ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ കുറേ പേര് ഇങ്ങനെ ചോദിച്ചിരുന്നു ഇതിൻ്റെ മുഖത്ത് പ്ലാസ്റ്റിങ് ചെയ്യാൻ പറ്റുമോ, അതായത് ടൈൽസ് ഒട്ടിക്കാൻ പറ്റുമോ എന്നൊക്കെ. അതിനൊന്നും ഒരു കുഴപ്പമില്ല. സാധാരണ ബ്രിക്സ് വാളാണിത്. ബ്രിക്ക് വാളിൻ്റെ മുകളിൽ ചെറിയൊരു കോട്ട് തേപ്പ് ചെയ്തു. അതിനുശേഷം അതിന് മുകളിൽ ഇങ്ങനെ ടൈൽസ് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ മുമ്പ് തന്നെ പൈപ്പൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുത്തിരുന്നു. ഇതിപ്പോൾ സാധാരണ ബിൽഡിങ്ങിൽ ചെയ്യുന്ന പോലെ, അതായത് ഈ ബ്രിക്സ് വാളിലും ഒരു പ്രശ്നമില്ലാതെ നമുക്ക് വെള്ളം കൊടുക്കാൻ പറ്റും. പിന്നെ ഇത് ഹീറ്ററിന് വേണ്ടിയിട്ടുള്ള ഒരു പോയിൻറ്റും ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഫ്യൂച്ചറിൽ ഇപ്പോൾ എപ്പോഴെങ്കിലും ആവശ്യം വരുമ്പം ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് സാധാരണ രീതിയിലെ കമ്മോഡ് തന്നെ ഇതാണ് ഉപയോഗിച്ചിട്ടുള്ളത്, യൂറോപ്യൻ. പിന്നെ ഈ പൈപ്പുകളും ഫോസറ്റുകളും ഇതെല്ലാം നിങ്ങൾക്ക് കാണാം. ഇതിലൊന്നും ഒരു വ്യത്യാസമില്ല. സാധാരണ വീടുകളിൽ ചെയ്യുന്ന അതേ രീതി തന്നെയാണ് ഇവിടെയും ഫോളോ ആയിട്ടുള്ളത്. പിന്നെ ഫ്ലോറിങ്ങും ഇതുപോലെ കുറച്ചുകൂടി ഗ്രിപ്പുള്ള ഒരു ടൈൽസ് ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ബാത്തിങ്ങിനായിട്ടും സാധാരണ രീതിയിലുള്ള ഷവറും കാര്യങ്ങൾ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും സാധാരണ രീതി തന്നെ. അതായത് ബ്രിക്സ് വാൾ വെച്ച് ചെയ്യുന്നതുകൊണ്ട് വലിയ വ്യത്യാസമൊന്നും വരാനില്ല. നമ്മൾ സാധാരണ രീതിയിലുള്ള എല്ലാ സെറ്റപ്പുകൾ തന്നെയാണ്, പൈപ്പുകളായാലും എല്ലാം കൊടുത്തിട്ടുള്ളത്. അതൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ല. ഇതിൻ്റെ പുറമേ നിന്നുള്ള പൈപ്പ് കണക്ഷൻ ഞാൻ കാണിച്ചു തരാം. അതായത് PVC പൈപ്പല്ല, UPVC പൈപ്പാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ ഇതിന് സാധാരണ രീതിയിലുള്ള നമ്മളെ ഡോർസ്, സിൻഡെക്സ് ഡോർ എന്ന് പറയും, അതാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതായത് വെള്ളം തട്ടിയാൽ മോശമാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് സിൻഡെക്സ് ഉപയോഗിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു വാഷ് ബേസിനും വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഈ മുറിക്ക് പുറത്തായിട്ട്. ഇതും അതുപോലെ തന്നെ ഈ ബ്രിക്സ് വാളിൽ ചുമരിൽ ഫിറ്റ് ആയിട്ടാണ് ഉള്ളത്. ഇതിപ്പോൾ സാധാരണ രീതിയിലുള്ള ലോ കോസ്റ്റ് വീടായത് കൊണ്ട് ഞാൻ അധികം പിന്നെ ലക്ഷറി സാധനങ്ങളൊന്നും ഉപയോഗിച്ചിട്ടില്ല. ഇതിൻ്റെ പൈപ്പിൻ്റെ കണക്ഷൻ പുറത്തുനിന്നാണ് കൊടുത്തിട്ടുള്ളത്. ചുമരിൽ ഞാൻ ഇങ്ങനെ കൊടുത്ത് കാണിച്ചു തരാം. കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടല്ല ഇല്ല, ഇത് ജസ്റ്റ് ഇങ്ങനെ ചുമരിൽ, അതായത് ഫസ്റ്റ് ഫ്ലോർ ആണല്ലോ, മുകളിലായതുകൊണ്ട് അങ്ങനെ ആരും ശ്രദ്ധിക്കില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. അത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ ഔട്ട് സൈഡിൽ നിന്നുള്ള പൈപ്പ് കൊടുത്തിട്ടുള്ളത്. ഇത് മുകളിലത്തെ ടാങ്ക്, ഓവർ ടാങ്കിൽ നിന്ന് ഒരു കണക്ഷൻ ഇങ്ങോട്ട് കൊടുത്തു. ഇവിടെ ഒരു ഗേറ്റ് വാളും വെച്ചിട്ടുണ്ട്. ഇത് ഫസ്റ്റ് ഫ്ലോറിലേക്ക് മാത്രമുള്ള കണക്ഷനാണ്. ഇത് ടോയ്ലറ്റിൻ്റെ പൈപ്പുകളാണ്. ഇത് കണ്ടോ, UPVC പൈപ്പ് വെച്ചിട്ട് ചുമരിൽ തന്നെ കൊടുത്തു. ഇത് ടാപ്പും പിന്നെ ഷവറിൻ്റെയും കണക്ഷനാണിത്. ഈ വാൾ അധികം ഫിനിഷിങ്ങേ പറ്റിയിട്ടില്ല. അതായത് ഇതിങ്ങനെ പുറത്തായതുകൊണ്ട് എനിക്ക് അവിടത്തേക്ക് ആക്സസ് കുറവാണ്. അതാണ് കുറച്ച് ഫിനിഷിങ്ങിൻ്റെ വ്യത്യാസമുണ്ട്. ഇതിപ്പോൾ ഏകദേശം എക്സ്പോസ് ചെയ്തിട്ടുള്ള വാൾ തന്നെയാണ്. ഇതിലിങ്ങനെ വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. അതുപോലെ തന്നെ ഇവിടെ വേസ്റ്റ് കുളിമുറിയിലെ വേസ്റ്റ് വാട്ടർ ഇതിലെ കൂടി ഇങ്ങനെ വരും. അതായത് ടോയ്ലറ്റിൻ്റെ പൈപ്പ് ഇങ്ങനെ താഴോട്ട് വന്നിട്ട് സാധാരണ നമ്മളെ മറ്റ് ഇതിലേക്ക് കൊടുക്കുക ചെയ്തത്, കണക്ഷനിലേക്ക് കൊടുക്കുക ചെയ്തത്. അപ്പോൾ ഇതിങ്ങനെ ഓവർ ഹെഡ് ടാങ്ക് നിർത്തിയിട്ടുള്ള ആളത്. ഇതാണ് നമ്മളെ കുളിമുറി. പുറമേ നമ്മളിപ്പം ഇവിടെ നിർത്തില്ല, അതിൻ്റെ പുറം ഭാഗമാണ്. ഇവിടെ കണ്ടോ ഇങ്ങനെ പൈപ്പ് ഇതുപോലെയാണ് കണക്ഷൻ കൊടുത്തില്ല, വാളിൽ തന്നെ ആണിയടിച്ച് ക്ലിപ്പിട്ട് കൊടുക്കുക ചെയ്തത്. ഇത് അവിടെ ഒരു വാഷ് ബേസിൻ കാണിച്ചിരുന്നല്ലോ, അവിടെ നിന്നുള്ളൊരു വാട്ടർ പൈപ്പും അതുപോലെ തന്നെ വേസ്റ്റ് വാട്ടറും പോകുന്ന പൈപ്പാണ്. ഇതിങ്ങനെ അകത്തേക്ക് കൂടി ഇട്ടിട്ട് ഈ ടോയ്ലറ്റിൻ്റെ, അതായത് ബാത്റൂമിൻ്റെ അണ്ടറിലേക്ക് കൂടി പൈപ്പ് ഇട്ടിട്ട് അതിന് മുകളിലാണ് റൂഫ് ഫ്ലോറിങ് ചെയ്തിട്ടുള്ളത്. അത് സാധാരണ എല്ലാ വീട്ടുകളും അങ്ങനെയാണ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നത്. അപ്പോൾ സാധാരണ ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് പ്ലംബിങ്ങും ചെയ്തിട്ടുള്ളത്. പിന്നെ എനിക്കിങ്ങനെ മുകളിൽ ഫസ്റ്റ് ഫ്ലോർ ആയതുകൊണ്ട് അധികം പ്ലംബിങ് വർക്ക് വന്നിട്ടില്ല. അതായത് കിച്ചണിലൊക്കെ ആണല്ലോ നമുക്ക് കൂടുതൽ ഇതിൻ്റെ ആവശ്യം വരുന്നത്, കിച്ചണും ബാത്റൂമും ഇങ്ങനത്തെ കാര്യത്തിൽ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഫസ്റ്റ് ഫ്ലോർ ആയതുകൊണ്ട് അധികം വാട്ടർ കണക്ഷനൊന്നും കൊടുത്തിട്ടില്ല. കൊടുത്തത് അത് ഇതുപോലെ തന്നെ പുറന്നാണ് കൊടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്തിട്ടും കൊടുക്കാം. വയറിങ് ചെയ്യുമ്പോൾ ഇടുന്ന പൈപ്പ് പോലെ തന്നെ ഇവിടെയും കട്ട് ചെയ്ത് കൊടുക്കുക. അതായത് 3/4 ഇഞ്ചിൻ്റെ പൈപ്പ് ആയതുകൊണ്ട്
അത്രയും കട്ട് ചെയ്തിട്ട് ഉള്ളിലേക്ക് കൂടി കൊടുക്കാവുന്നതുമാണ്. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെയാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അതായത് പ്ലംബിങ്ങും വയറിങ്ങും ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അത് ഞാൻ ആൻസർ ചെയ്യുന്നതായിരിക്കും. പിന്നെ എന്നെ കോൺടാക്ട് ചെയ്യണമെങ്കിൽ ഇമെയിൽ ID കൊടുത്തിട്ടുണ്ട്, അതിൽ മെയിലുകൾ അയക്കുക. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഗൈസ്.